തിരൂർ പരന്നേക്കാടിലെ ന്യൂ ഹൗസ് എന്ന വീട്ടിൽ നിറയെ വിദേശികളാണ്. ഇവർ അതിഥികളല്ല, സ്ഥിര താമസക്കാർ തന്നെയാണ്. അച്ഛനും അമ്മയും അടക്കം 8 വിദേശികളാണ് ഇവിടെ വീട്ടുടമസ്ഥ സഹീറ ബാനുവിന്റെ അരുമകളായി സകുടുംബം കഴിയുന്നത്. തിരൂർ പരന്നേക്കാട് സ്വദേശി സഹീറ ബാനുവിന്റെ അരുമകളാണ് ഈ 9 പൂച്ചകൾ. ഇവ സ്വദേശികളെന്ന് കരുതാൻ വരട്ടെ. 9 എണ്ണവും വിദേശി പൂച്ചകളാണ്. അസൽ പേർഷ്യൻ പൗരന്മാർ. 9 പൂച്ചകളുടെ ബഹളമയമൊന്നും ഇവിടെയില്ല. എല്ലാം ശാന്ത സ്വഭാവക്കാരാണ്. ഇവർ സഹീറ ബാനുവിന്റെ സന്തത സഹചാരികളായി ഇവിടെ സസുഖമായി കഴിയുകയാണ്. ബാംഗ്ലൂരിൽ നിന്നും 2 വർഷം മുൻപാണ് പേർഷ്യൻ ഇനത്തിൽപ്പെട്ട ക്യൂട്ടിയെയും സ്വീറ്റിയെയും സഹീറ ബാനു സ്വന്തമാക്കിയത്. ശേഷം ക്യൂട്ടിക്കും സ്വീറ്റിക്കും 8 മക്കളുമുണ്ടായി. എന്നാൽ 8 മക്കളിൽ ഒന്നിനെ അയൽവാസി തല്ലിക്കൊന്നു. ആ വേദന അസഹ്യമായിരുന്നുവെന്ന് പറയുമ്പോഴും സഹീറ ബാനുവിന് വേദനമായുന്നില്ല. പൂച്ചയുടെ മരണത്തിൽ മനം നൊന്ത് കവിത പോലും എഴുതിയിട്ടുണ്ടത്രേ. ഭർത്താവും മക്കളും വിദേശത്തായതിനാൽ തന്നെ ഏകാന്തതയിൽ നിന്നും മോചനമാവുന്നത് ഈ പൂച്ചകളോടൊത്ത് കഴിയുമ്പോഴാണെന്ന് ഇവർ പറയുന്നു. മാനസിക സന്തോഷത്തിന് വേണ്ടി കണ്ടെത്തിയ ഒരു മാർഗമാണ്. ഒറ്റപ്പെട്ടൊരു ജീവിതത്തിൽ ഞാൻ സന്തോഷത്തിന് കണ്ടെത്തിയ ഒരു വഴിയാണ് വരെ വളർത്തൽ. വിപണിയിൽ 15,000 മുതൽ 25,000 വരെ വില വരുന്ന ഈ പൂച്ചകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. എന്നാൽ ഇവയെ ആർക്കും വിട്ടു നൽകാൻ സഹീറ ബാനു തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പൂച്ചകളെ തട്ടിയെടുക്കുമോ എന്ന ഭയമൊന്നും ഇവർക്കില്ല. കാരണം പൂച്ചകളുടെ ദേഹത്ത് ഇലക്ട്രിക് മൈക്രോചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ പരന്നേക്കാടിലെ ഈ ന്യൂ ഹൗസ് എന്ന വീട് ഒരു കുഞ്ഞു പൂച്ച വീടാവുകയാണ്. സഹീറ ബാനുവും 9 പൂച്ചമക്കളും സസന്തോഷം കഴിയുന്ന പൂച്ച വീട്. ന്യൂസ് ബ്യൂറോ, തിരൂർ.